ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഇനി അഹല്യമോക്ഷമാണ് വായിക്കാനുള്ളത്. എന്നതു കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം, കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരനീ, വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോധസി നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗളം വർദ്ധിച്ചിടും തപസാ വാഴും കാലം, ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമമുനീന്ദ്രനു കൊടുത്തു വിധാതാവും. കൗതുകം പൂണ്ടു ഭാര്യാ ഭർത്താക്കന്മാരായവർ ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമമുനീന്ദ്രനും തന്നെ പത്നിയായോരഹല്യയോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്യവനനും കുസുമായുധവശനായാൻ, ചെന്തൊണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു സതമഹൻ, ചെന്താർ ബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീരൂപം ചിന്തിച്ചനങ്കന്ധനായി വന്നാനല്ലോ. അന്തരാത്മനി വിബുധേന്ദ്രനും അതിനിപ്പോൾ അന്തരം വരാതെ ഒരന്തരമെന്തെന്നോർത്തു ലോകേശാത്മജസുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടന്ത്യയാമാദിയെങ്കൽ, സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരമന്തരാ പൂക്കാൻ ഉടജാന്തരേ പരവശാൽ സുത്രാമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായത്രയും വേബധു പൂണ്ടു നിന്നാൻ. തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കൊണ്ട് അതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും, നില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ, ചൊല്ലുചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം, വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാനെന്തു മൂലം, നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി, സത്യമെന്നോടു ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ
വൃത്താന്തം പറയായിൽ ഭസ്മമാക്കുവനിപ്പോൾ ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പുറത്തുകൊള്ളേണമേ. സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മഫലമെല്ലാം. തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം പുക്കപ്പോൾ അഹല്യയും വേവധു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു. താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നു പാരം. ദുഷ്കൃതമൊടുങ്ങുവാൻ ഇതിന്നു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവ്രതം. കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം. നീഹാരാധവവായു വർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ. കാനനദേശേ മദീയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദാംഭോജസ്പർശമുണ്ടായിടുന്നാൾ തീരും നിന്ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും. പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴിപോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു പൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി. ഹിമവൽപാർശ്വം പൂക്കാൻ അന്നു തൊട്ടിവിടെ വാണിയിടിനാൾ അഹല്യയും. നിന്തിരുമലരടിച്ചന്തളിർ പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു. സന്തോഷ സന്താനമേ ചിന്താമണി. ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമഭഗ്നിയുടെ കൽമഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമിന്നു തന്നെ. നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ. ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കൈയും പിടിച്ചുടജാങ്കണം പുക്കാൻ. ഉഗ്രമാം തപസ്തൊടുമിരിക്കും ശിലാരൂപമഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ. ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ. കോമളരൂപൻ മുനിഭഗ്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ചയം നീങ്ങുമാറു സോദരനോടും താപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസ്സോടും സുസ്മിതവക്ത്രത്തോടും ശ്രീവാസാംബുജതല സന്നിഭനേത്രത്തോടും വാസവനീലമണി സംഘാശഗാത്രത്തോടും വാസവാദ്യമരൗഘവന്ദിത പാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിതഹല്യയ്ക്കും. തന്നുടെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോടു മുന്നമുരകെയ്തതുമോർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥനർണോജ വിലോചനൻ പത്മജാ മനോഹരൻ. ഇത്തമാത്മനി ചിന്തിച്ചുത്ഥാനം ചെയ്തു ഭക്ത്യാ സത്വരമർഘ്യാദികൾ കൊണ്ടു പൂജിച്ചിടിനാൾ. സന്തോഷാശ്രുക്കളൊഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു
ദണ്ഡ നമസ്കാരവും ചെയ്താൾ. ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഹുരാഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗൽഗതവർണ്ണത്തോടും അദ്വയനായൊരനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാബ്ധിമഗ്നയായി സ്തുതി ചെയ്താൾ. അഹല്യാസ്തുതിയാണ്. ഞാനഹോ കൃതാർത്ഥനായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നതു മൂലം അത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ സംലഗ്നപാം സുലേശമിന്നെനിക്കല്ലോ. സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ ബഹുകൽപ്പകാലമാരാധിച്ചാലും. ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ, മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നിദേവം. ആനന്ദമയനായ ഒരതിമായികൻ പൂർണ്ണൻ, ന്യൂനാതിരേക ശൂന്യൻ അജലനല്ലോ ഭവാൻ. ത്വൽപാദാംബുജ പാംസു പവിത്രാ ഭാഗീരഥി, സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദസ്പർശമിപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠാതൽ കുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു. മർത്യനായവതരിച്ചൊരു പൂരുഷം ദേവം, ചിത്തമോഹനം രമണീയദേഹിനം രാമം. ശുദ്ധമത്ഭുതവീര്യം സുന്ദരം ധനുർധരം, തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം. നിത്യമവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യം, ഭക്ത്യൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജമാരായുന്നിതു വേദം, യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും, യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ. ചേതസാ തൽസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദമുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും, ഭാരതീരമണനും ഭാരതീദേവി താനും, ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം. കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവന് ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യൻ അദ്വയൻ ഏകനവ്യക്തൻ അനാകുലൻ, ആരാലുമെന്നാലും വേദാന്തവേദ്യൻ, പരമൻ പരാപരൻ പരമാത്മാവു പരൻ, പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ, പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി, സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി. ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ. അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണനാനന്ദനാത്മാരാമൻ, അതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുത്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ. അഖണ്ഡൻ ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി. വേദാന്തവേദ്യൻ മമ ചേതസി വസിക്കണം. രാമ രാഘവ പാദപങ്കജം നമോസ്തുതേ. ശ്രീമയം ശ്രീദേവി പാണിദ്വയപത്മാർച്ചിതം. മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുധ്യേയം, മാനാർത്ഥം മൂന്നിലകമാക്രാന്ത ജഗത്രയം. ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം, നിർമ്മലം ശംഖചക്ര കുലിശമത്സ്യാങ്കിതം. മന്മനോനികേതനാം കൽമഷവിനാശനം, നിർമ്മലാത്മനാം പരമാസ്പദം നമോസ്തുതേ. ജഗദാശ്രയം ഭവാൻ, ജഗത്തായതും ഭവാൻ, ജഗദാമാദിഭൂതനായതും ഭവാനല്ലോ. സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ. നിർവികാരാത്മാ
സാക്ഷിഭൂതനായതും ഭവാൻ അജനവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വജസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ വാച്യവാചകോ ഭയഭേദേന ജഗന്മയൻ വാച്യനായി വരേണമേ വാക്കിനു സദാ മമ കാര്യകാരണകർത്തൃഫലസാധനഭേദം മായയാ ബഹുവിധരൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുവഴിയതു സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ ത്വന്മായാ വിമോഹിത ചേതസാമജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തുമകത്തുമെല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധൻ അവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ സത്വാദിഗുണത്രയയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായതെത്രയും മൂഢാത്മാവായ അന്ധയായുള്ളോരു ഞാനെങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ എത്ര കുത്രാഭിവസിച്ചിടിലുമെല്ലാ നാളും പൊൽത്തളിരടികളിലിളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ സമസ്തകർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്തമപരാധം ക്ഷമസ്വ ജഗൽപതേ ജനനമരണ ദുഃഖാപഹം ജഗന്നാഥം ദിനനായക കോടിസദൃശപ്രഭം രാമം കരസാരസയുഗ സൂധൃതശരചാപം കരുണാകരം കാളജലദഭാസം രാമം ജനകരുചിര ദിവ്യാംബരം രമാവരം കനകോജ്വലരത്നകുണ്ടലാഞ്ചിതഗണ്ഡം കമലതല ലോലവിമലവിലോചനം കമലോത്ഭവനദം മനസാരാമമീടേ പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പിസ്തുതിച്ചാൽ ഭക്തിയോടെ ലോകേശാത്മജയാകുമഹല്യതാനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടനാഥിയും തീർത്തു വസിച്ചിടിനാളഹല്യയും വിസ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല പരുമൈഹിക സൗഖ്യം പുരുഷന്മാർക്കു നൂനം ഭക്ത്യാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചിടിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിച്ചിടിൽ അർത്ഥവുമേറ്റമുണ്ടാം ഗുരുതൽപകൻ കനകസ്തേയി സുരാപായി ധരണീസുരഹന്താ പിതൃമാതൃഹാഭോഗി പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം
ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യാ ജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. സദ്വൃത്തനെന്നായിടിൽ പറയേണമോ മോക്ഷം. സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും. അഹല്യാമോക്ഷം എന്ന ഈ ഭാഗം അഹല്യ എന്ന ഗൗതമ പത്നിയെ അതിസുന്ദരിയായ ബ്രഹ്മാവ് എല്ലാ സുന്ദര വസ്തുക്കളും കൂട്ടി നിർമ്മിച്ചതാണ് അഹല്യയെ. അതിസുന്ദരിയായ അവളെ കണ്ട് ദേവേന്ദ്രന് വളരെ ആഗ്രഹം തോന്നിയിട്ട് അവളുടെ അടുത്ത് മുനിയുടെ ഭർത്താവായ ഗൗതമ മുനിയുടെ വേഷം ധരിച്ചാണ് അയാൾ വരുന്നത്. അവൾ ഗൗതമുനിയെന്ന് തന്നെ കരുതി അയാൾ പ്രാപിക്കുന്നു എന്നാണ് നമ്മുടെ ഇതിൽ അധ്യാത്മരാമായണത്തിൽ പറയുന്നത്. പക്ഷേ വാൽമീകി രാമായണത്തിൽ പറയുന്നത് ഗൗതമുനി അല്ല, ഇത് ദേവേന്ദ്രൻ തന്നെയാണെന്ന് അഹല്യ അറിയുന്നുണ്ട് എന്നാണ്. അഹല്യ ദേവേന്ദ്രനോട് താങ്ക്സും കൂടെ പറയുന്നുണ്ട്. അങ്ങനെ അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റ് പാപം തന്നെയാണ് ആയിട്ടാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. അതിൽ പിന്നെ കല്ലായിട്ടല്ല, ആർക്കും കാണാൻ വയ്യാത്ത രീതിയിൽ അവൾ അവിടെ കഴിയുകയാണ്. ഇവർ ചെല്ലുമ്പോൾ രാമലക്ഷ്മണന്മാരും വിശ്വാമിത്ര മഹർഷിയും കൂടി ആശ്രമത്തിലേക്ക് ആ വന ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ മാത്രമാണ് ഇവൾ പ്രത്യക്ഷീഭവിക്കുന്നത്. അങ്ങനെ അവളുടെ ശാപമോക്ഷം സംഭവിക്കുന്നു. ഗൗതമ മുനിയും അവിടെ എത്തി അവളെ സ്വീകരിക്കുന്നു. അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് മിഥിലയിലേക്ക് രാമലക്ഷ്മണന്മാരെ മഹർഷിയുടെ കൂടെ പോകുന്ന ഭാഗത്ത് ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മഹർഷി കുറേ കഥകൾ പറയുന്നുണ്ട്. സിദ്ധാശ്രമത്തിൽ നിന്നും മിഥിലയിലേക്കുള്ള യാത്രാമധ്യേ ഭൂമിയുടെ ഉൽപ്പത്തി കഥയോ എന്ന് തോന്നുമാറ് കുറേ കഥകൾ മഹർഷി കുമാരന്മാരെ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. വിശ്വാമിത്രൻ്റെ സ്വന്തം വംശകഥയും അതിനുശേഷം ശിവഭഗവാന്റെ പുത്രനായി സുബ്രഹ്മണ്യൻ ജനിച്ച കഥയും പറയുന്നു. ശിവതേജസ് ധരാതലത്തിൽ വ്യാപിച്ച് അത് മിഥിലയിലെത്തുന്നതിന് മുമ്പ് ശിവതേജസ് ധരാതലത്തിൽ വ്യാപിച്ച് അത് അഗ്നിയോട് ചേർന്നു. അതുല്യ തേജസ്വിയായ ആ ബീജത്തെ ഗംഗയിൽ അഭിഷേകം ചെയ്തു. എന്നാൽ അത് ഉൾക്കൊള്ളാൻ ശക്തിയില്ലാത്തതിനാൽ ഗംഗാദേവി അതിനെ ഹിമവൽ പാർശ്വത്തിൽ സന്നിവേശിപ്പിച്ചു. സ്വർണം, വെള്ളി, ഇരുമ്പ്, ചെമ്പ് മുതലായ ലോഹങ്ങളെല്ലാം ഇതിൽ നിന്നുണ്ടായതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ തേജസ്സിൽ നിന്നുണ്ടായ കുമാരനെ വളർത്താനായി ദേവന്മാർ 6 കൃത്തികകളെ ഏൽപ്പിച്ചു. ഇവരുടെ മുലപ്പാൽ കുടിച്ച് വളർന്ന സ്കന്ദൻ ദേവസേനാപതിയായെന്നും പറയുന്നു. അതിനുശേഷം വിശ്വാമിത്ര മഹർഷി സ്വന്തം വംശകഥയാണ് പറയുന്നത്. വിശ്വാമിത്രൻ്റെ വംശകഥ തുടങ്ങുന്നത് ബ്രഹ്മാവിൽ നിന്നും ജനിച്ച കുശൻ എന്ന മഹാനിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ 4 പുത്രന്മാർ ക്ഷത്രിയ ധർമ്മത്തെ നിലനിർത്താൻ 4 പുരങ്ങൾ സൃഷ്ടിച്ചു. അവരിൽ കുശനാഭൻ്റെ പുത്രൻ ഗാധിയുടെ മകനാണ്. വിശ്വാമിത്രൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരി സത്യവതി ഋചികൻ എന്ന മഹർഷിയെ പരിണയിച്ച് സശരീരയായി സ്വർഗത്തിൽ പോവുകയും കൗശികി നദിയായി പുനർജനിച്ച് ഹിമവൽ പാർശ്വത്തിലൂടെ ഒഴുകുകയും ചെയ്യുന്നു. അതിൻ്റെ കരയിലാണ് വിശ്വാമിത്ര മഹർഷിയുടെ വാസം. ഗാധിനന്ദനൻ എങ്ങനെയാണ് വിശ്വാമിത്രൻ എന്ന മഹർഷിയായതെന്ന് കഥ ജനകരാജാവിൻ്റെ അരമനയിൽ വച്ച് അവിടുത്തെ മുഖ്യ പുരോഹിതനായ ശതാനന്ദൻ ആരാണെന്ന് അഹല്യയുടെ ഗൗതമ മഹർഷിയുടെ മകനാണ്. അവിടുത്തെ മുഖ്യ പുരോഹിതനായ ശതാനന്ദൻ വിശദമായി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഗംഗയുടെ കഥയാണ് പറയുന്നത്. ഗംഗ എങ്ങനെ സ്വർഗത്തിൽ നിന്നും ഇവിടെ ഭൂമിയിൽ എത്തി
പാതാളത്തിലെത്തി എങ്ങനെ എന്ന് പറയുന്നു. അത് നമുക്ക് നാളെ കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്.